ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്കൊരു പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആവാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 അത്യാവശ്യം വലുപ്പമുള്ള പഴം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഴവും സേമിയ നമ്മുടെ വേമിസെല്ലി ഉപയോഗിച്ചിട്ടുള്ള അടിപൊളി ഒരു പോളയാണ് കേട്ടോ. നല്ല അടിപൊളി എന്താ പറയുക, നമ്മളെ നോർമൽ പഴം പോളനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഒരു വേമിസെല്ലി ബനാന പോളയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക കേട്ടോ. എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേമിസെല്ലി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത വേമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഏകദേശം ഞാനിപ്പം അളവ് കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. 1/2 കപ്പ് വേമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. കപ്പളവിൽ നോക്കുമ്പോൾ പൊട്ടിച്ചിട്ട സമയത്ത് നമുക്ക് 1/2 കപ്പോളം കിട്ടുന്നുണ്ട്. വറുത്തതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ വറുക്കാത്ത ഉണ്ടായതുകൊണ്ട് വറുക്കാത്ത സേമിയ ഇവിടെ ഉണ്ടായി. മോൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയ പായസം വെക്കാൻ വാങ്ങിയ സേമിയ ഇവിടെ ബാക്കിയുള്ളതുകൊണ്ട് അതെന്തെങ്കിലും ആക്കണ്ടേന്ന് കരുതിയിട്ടാട്ടോ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം 1/2 കപ്പോളം ഉണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് 3-3.5 ടേബിൾ സ്പൂണോളം പശു നെയ്യ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് ആദ്യം പഴം വഴറ്റി കൊടുക്കുക. കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. പഴം അത്യാവശ്യം നല്ല പോലെ ഒന്ന് വാടി ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. വഴറ്റാതെ ചെയ്താൽ നമുക്ക് ഒരു പെർഫെക്റ്റ് വിചാരിച്ച ടേസ്റ്റ് കിട്ടുമല്ലോ കേട്ടോ. വഴറ്റാതെയും നമ്മൾ പോളി ഉണ്ടാക്കലുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ സേമിയൻ്റെയും പഴത്തിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ വഴറ്റിയിട്ട് തന്നെ ചെയ്യുക. അതും പശു നെയ്യ് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. എല്ലാം എങ്കിലും വെളിച്ചെണ്ണ ഒഴുകി ഓയിൽ ഏതെങ്കിലും മതി കേട്ടോ. ഏതെങ്കിലും റിഫൈൻ ഓയിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് അധികം തന്നെ നമ്മുടെ നെയ്യ് ഒഴിച്ചോ എന്ന് പറയുന്നത്. ഈ പാത്രത്തിൽ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് സേമിയ വറുക്കാനും വെക്കാനുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റിയിട്ട് ഈ പാത്രത്തിൽ നമുക്ക് സേമിയ വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് കണ്ട. ഈ ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ നമ്മുടെ സേമിയ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയും വേണം കേട്ടോ. ഇനി വറുത്ത സേമിയാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ ഇതിലേക്ക് സേമിയ ഇട്ടിട്ട് കുറച്ച് 1/2 കപ്പോളം പാലും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഞാൻ വറുക്കാത്ത ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് സേമിയക്ക് 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കിടന്ന് നമ്മുടെ സേമിയ ഒന്ന് വെന്ത് കിട്ടണം. കൂടെ തന്നെ 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സേമിയയിൽ നമുക്ക് പഞ്ചസാര വേണമല്ലോ, അതിനുകൊണ്ട് 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരണം കേട്ടോ. നമ്മുടെ സേമിയ നല്ല വെന്ത് ഉടയണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ വെട്ടിത്തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണിയാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പണികളുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ഏലക്ക 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയായതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെങ്കിൽ 3 എടുത്താൽ മതി. എന്നിട്ട് അതൊരു മിക്സിൻ്റെ ജാറിലിട്ട് എടുത്തിട്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള നമ്മുടെ പഴവും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എല്ലാം എത്തുന്ന രീതിയിൽ കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയേ വേണ്ടു. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മൾ സേമിയ ജസ്റ്റ് നല്ലോണം ഒന്ന് കുറുകിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പാലൊഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അധികം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അപ്പോൾ വീട്ടിൽ സേമിയയിലുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ പഴമെല്ലാം അധികം പഴുത്ത് പോകാനുള്ള ലെവലായി എന്തെങ്കിലും റെസിപ്പി ആക്കണ്ടേന്ന് കരുതുന്നവർ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. ഒരു പോളയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രുചിയിലുള്ള അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. എന്നാൽ ടേസ്റ്റിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാഷ്യൂം കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കോരി എടുക്കേണ്ട. ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ മിക്സ് പഴവും സേമിയയും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു
35 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. തീരെ ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ പാത്രം വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു അടി കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ഒരു മൂടിയോ വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പെട്ടെന്ന് അടി കത്തിപ്പോവാതിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പാൻ അടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. പോയിട്ടുള്ള അധികം പഴകിയിട്ടുള്ള ഒരു പാൻ എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 35-40 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. സമാധാനത്തിൽ അവിടെ കുക്കായി വന്നോട്ടെ. 45 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഈ ലെവലായിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കൊക്കെ എടുത്തിട്ട് കുത്തി നോക്കുമ്പോൾ എവിടെയും വന്നിട്ടില്ല. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പുറം ഭാഗവും. അപ്പോൾ ഇത് 2 ഭാഗവും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സേമിയ പഴം പോളൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പഴം പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും ആയിട്ട് ഞാൻ വീണ്ടും കാണും. അതുവരേക്കും ടാറ്റാ ബൈ ടേക്ക് കെയർ. പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് ഇങ്ങോട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.